സോ എ ഐയുമായി ബന്ധപ്പെട്ട നമ്മളിപ്പോൾ വളരെ കൂടുതലായി കേൾക്കുന്ന ഒരു ടേമാണ് അജൻറ്റിക് എ ഐ. സോ എന്താണ് അജൻറ്റിക് എ ഐ? അജൻറ്റിക് എ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും സാധാരണ എ ഐ സിസ്റ്റംസിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില മോഡൽസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രീ ഡിഫൈൻഡായി നമ്മൾ ചില ടാസ്കുകൾ കൊടുക്കുന്നു, അതിൽ നിന്ന് അത് ട്രെയിനിങ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് നൽകുന്നു. എന്നാൽ അജൻറ്റിക് എ ഐ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ലക്ഷ്യബോധവും കുറച്ചുകൂടെ മനുഷ്യനെ പോലെ തിങ്കിങ് പവറും അതിന് ഉണ്ട് എന്നതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ഗോൾ സെറ്റ് ചെയ്യുവാനും ആ ഗോളിലേക്ക് അതിൻ്റെ സ്വന്തമായ നിർദ്ദേശപ്രകാരം മൂവ് ചെയ്യുവാനും ഈ സിസ്റ്റത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല അപ്രോച്ചുകളും കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യുവാനും കറക്റ്റ് ടൈം ഫ്രെയിമിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനും ഈ അജൻറ്റിക് എ ഐക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്ലാനിങ്, വ്യത്യസ്തമായ എൻവയോൺമെൻറ്റുകളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ ആ എൻവയോൺമെൻറ്റിനെ പഠിക്കുകയും അതനുസരിച്ച് സ്വന്തമായി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങുവാനും ഈ സിസ്റ്റത്തിന് സാധിക്കും. ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങളെ സ്വീകരിക്കുവാനും ആ നിർദ്ദേശങ്ങളെ പഠിച്ച് പെട്ടെന്ന് തന്നെ അതിനെ ഏറ്റവും യുക്തമായ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുവാനും സ്വന്തമായി ആ അൽഗോരിതത്തിന് സാധിക്കുന്നതുകൊണ്ടാണ് അതിനെ അജൻറ്റിക് എ ഐ എന്ന് വിളിക്കുന്നത്. ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അജൻറ്റിക് എ ഐയും പല ഡിഫറൻ്റ് ആയിട്ടുള്ള ടാസ്കുകളെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏജൻറ്റുകൾ ചെയ്യുകയും ആ ഏജൻറ്റുകളിൽ നിന്നുള്ള ഔട്ട്പുട്ടുകളെ കമ്പൈൻ ചെയ്ത് ഒരു നല്ല റിസൾട്ട് കസ്റ്റമറിന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ട്രിപ്പിൻ്റെ ബുക്കിങ് നമ്മളൊരു സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നതിനുള്ള റോഡ് മാപ്പ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചെയ്യുന്നു. അതുപോലെ അവിടെ ചെന്നിറങ്ങിയ ശേഷം നമ്മൾ ഏത് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പല ആപ്പുകളെ ആശ്രയിക്കുന്നതിന് പകരം അജൻറ്റിക് എ ഐ ചെയ്യുന്നത് ഇതിനെ എല്ലാത്തിനെയും ഓരോ ഏജൻറ്റിനെ ഏൽപ്പിക്കുകയും ആ ഏജൻറ്റ് നമ്മൾ ഒരു നിർദ്ദേശവും കൊടുക്കാതെ തന്നെ നമ്മളെ പഠിച്ച് നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ബുക്കിംഗ് ചെയ്യുന്നു, ഡെസ്റ്റിനേഷനിലേക്കുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, നമുക്ക് വേണ്ട എല്ലാം അത് തനിയെ ചെയ്യുകയും ഒരു നല്ല റിസൾട്ട് നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ഹ്യൂമൻ അസിസ്റ്റൻ്റ് എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ഒരു മോഡൽ വർക്ക് ചെയ്യുന്ന ആ മെക്കാനിസത്തിനെയാണ് അജൻറ്റിക് എ ഐ എന്ന് പൊതുവെ വിളിക്കുന്നത്.